പൈത്തൺ സീരീസിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ലിസ്റ്റ് ഫംഗ്ഷനെ പറ്റി അല്ലെങ്കിൽ ലിസ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ലിസ്റ്റ് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത്. എന്താണ് ലിസ്റ്റ് ഫംഗ്ഷൻ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്തുനിന്ന് വാല്യൂസിനെ റീഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. സോ ലിസ്റ്റ് നെയിം പോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റ വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വേരിയബിളിനകത്ത് ഇപ്പോൾ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം കൊടുക്കും, അതിനകത്തേക്കായിരിക്കും ഒന്നെങ്കിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് 10, 11, 12 അങ്ങനെയുള്ള വാല്യൂസ് വേണമെങ്കിൽ സാധാരണ റാൻഡായിട്ട് ചെയ്യുവാണെങ്കിൽ 10 A = 10, B = 11, C = 12 ആ രീതിയിൽ ഓരോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ ലിസ്റ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റ വേരിയബിളിൽ തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ മറ്റത് ബ്രാക്കറ്റ് ഒന്നും ഇടാതെയാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ഇവിടെ ലിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. A = സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മളെങ്ങനെ കൊടുക്കണം, ഇപ്പോൾ 10 കോമ ഇട്ടിട്ട് 11, 12 നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ആണ് സ്ട്രിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിപ്പോൾ ഇൻറ്റീജർ വാല്യൂസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ ഇൻറ്റീജർ വാല്യൂസ് ആണ്. അതുപോലെ നമുക്ക് സ്ട്രിംഗ് കൊടുക്കാം. സ്ട്രിംഗ് കൊടുക്കണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോഡിനകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോഡിനകത്തോ A എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ B കോമ ഇട്ടിട്ട് B കൊടുക്കാം, C കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്ട്രിങ്ങുകൾ പറഞ്ഞു കൊടുക്കാം. സോ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസും കൊടുക്കാം. ഇപ്പോൾ C എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാനൊരു ഇൻറ്റീജർ കൊടുത്തു. ദെൻ എനിക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിംഗ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ കോമ ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ബൂളിയൻ കൊടുക്കാം, ട്രൂ എന്ന് പറയുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷൻ കൊടുക്കാം, ഒരു ഫ്ലോട്ട് വാല്യൂസ് കൊടുക്കാം 10.11 എന്ന് പറയുന്ന. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് പൈത്തൻ്റെ കേസിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ലിസ്റ്റിലേക്ക് കൊടുക്കുന്നത്. ലിസ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്ട്രിംഗ് എന്താണോ വാല്യൂസ് ആ വാല്യൂസിനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഓരോ വാല്യൂസിനെ ആഡ് ചെയ്യാനും അതിൻ്റെ ഉള്ളിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, എക്സ്ട്രാ വാല്യൂസിനെ ആഡ് ചെയ്യാം. ഓരോ പൊസിഷൻ ഇപ്പോൾ 10 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം, ഇപ്പോൾ 1 ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ലിസ്റ്റ് വളരെയധികം നമ്മൾ കോഡിങ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിസ്റ്റൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒറ്റ വേരിയബിളിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് ഇപ്പോൾ നമ്മൾ ഇതിനെ റീഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, പ്രിന്റ് ഫംഗ്ഷനകത്ത് ഇപ്പോൾ A എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇത് മൊത്തത്തിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത് 10, 11 അതായത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 10, 11, 12 ആ രീതിയിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ഈ 10 മാത്രം മതിയെങ്കിൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്, പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ A സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് ഈ ഓരോ ഡേറ്റ ടൈപ്പിൻ്റെയും അല്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുന്ന ഏത് ഡേറ്റ ടൈപ്പാണോ ആ ഡേറ്റ ടൈപ്പിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. 0, 1 അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4 ആ ഇൻഡെക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 ഇൻഡെക്സ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 മാത്രമാണ് പ്രിന്റ് ചെയ്യത്തുള്ളൂ. 1 ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 11 മാത്രം പ്രിന്റ് ചെയ്യും. 2 ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 12 മാത്രം പ്രിന്റ് ചെയ്യും. 0 മുതൽ 2 ഇൻഡെക്സ് വരെ ഉള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 10, 11, 12 ഇത്രയായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. ഈ 3 പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 ഇൻഡെക്സ് മുതൽ 4 ഇൻഡെക്സ് വരെ ഉള്ള വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. അന്നേരം 11, 12, 13, 14 ആ രീതിയിലായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഏത് ഇൻഡെക്സ് വാല്യൂവിലുള്ള ഡേറ്റ ടൈപ്പിനാണോ റീഡ് ചെയ്തെടുക്കേണ്ടത് അത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് പോയി നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനിവിടെ ലിസ്റ്റ് എന്നുള്ള നെയിം കൊടുത്തു. സോ ഞാനിവിടെ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ സീക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കൊടുക്കേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാനിവിടെ 10, 11, 12, 13 ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തു. ദെൻ B എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ കൊടുത്തു. സീക്വൽ ടു ഞാനിവിടെ സ്ട്രിംഗ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുകയാണ്. സോ ഇവിടെ സിംഗിൾ കോഡിനകത്ത് ബിനു, ജോസ്, ഇത് സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ കോഡിനകത്ത് കൊടുക്കണം, അതുകൊണ്ടാണ് എറർ വരുന്നത്. ഓക്കെ, ഈ രീതി കൊടുത്തു. ദെൻ C എന്ന് പറയുന്ന വേറൊരു വേരിയബിളിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ ടൈപ്പ് കൊടുത്തു നോക്കാം. സോ ഞാനിവിടെ ഫസ്റ്റ് ആദ്യമേ 10 കൊടുത്തു, ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് കൊടുത്തു. ദെൻ നെയിം കൊടുത്തു. ദെൻ ഒരു ബൂളിയൻ കൊടുത്തു.
ബൂളിയൻ്റെ ട്രൂ ടി ക്യാപിറ്റലാണ്. ദെൻ ഫ്ലോട്ടഡ് ആയിട്ടുള്ളൊരു വാല്യൂസ് കൊടുക്കാം 10.45. അപ്പോൾ അങ്ങനെ ഓരോന്ന് കൊടുത്തു. നമുക്കിത് ഓരോന്നും പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് എ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ ടൈപ്പ് ഫുള്ളായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഒരു ഡാറ്റ ടൈപ്പ് ഫുള്ളായിട്ടാണ് കിട്ടുന്നത്. ഇനി ബി കൊടുത്തിട്ട് നോക്കാം. ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ്ങുകളെല്ലാം അതുപോലെ പ്രിൻ്റ് ആയിട്ട് വന്നു. ദെൻ സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് 10 ഇൻറ്റിജർ, സ്ട്രിങ്, ബൂളിയൻ, ഫ്ലോട്ട് അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പുകൾ കാണാൻ പറ്റും. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ, ഇപ്പോൾ എയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരെണ്ണം മതിയെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഇൻഡെക്സ് വാല്യൂ അതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സോ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 0th ഇൻഡെക്സ് ആണ്. എയിലെ 0th ഇൻഡെക്സ് എന്ന് പറയുന്നത് 10 ആണ്. ആ 10 ആണ് അവിടെ പ്രിൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ സിയുടെ ഉള്ളിൽ എനിക്ക് 1 ഇൻഡെക്സ് വേണം, എൻ്റെ നെയിം മാത്രം പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ 1 ഇൻഡെക്സിലുള്ള വാല്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിനെ മാത്രമായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ബിനു എന്ന് പറയുന്ന നെയിം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 0:2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 മുതൽ 2 വരെയുള്ള വാല്യൂസ്, ഇത് 0, 1, 2 പ്രിൻ്റ് ആവത്തില്ല. 2ന് താഴെയുള്ള ഇൻഡെക്സ് വരെയുള്ള വാല്യൂസാണ് പ്രിൻ്റ് ആവുന്നത്. ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് കൗണ്ട് വെച്ചിട്ടാണ്. ഇത് 0ൽ നിന്നും 1, ഇത് ഇൻഡെക്സ് വാല്യൂസ് ആണ്. ഇത് ആക്ച്വലി 1, 2 ഈ രീതിയിൽ 1, 2 രണ്ട് വാല്യൂസ് വരെയാണ് പ്രിൻ്റ് ആവുന്നത്. 1, 2 ആ രീതിയിൽ, അല്ലെങ്കിൽ ഇൻഡെക്സ് വാല്യൂവിന് താഴെയുള്ള വാല്യൂ വരെയാണ് പ്രിൻ്റ് ആവുന്നത്. ഇൻഡെക്സ് വാല്യൂ പ്രിൻ്റ് ആവത്തില്ല, അതിന് താഴെയുള്ള. അപ്പോൾ 0 ഇൻഡെക്സ് മുതൽ 1, 2 ആ 0 ഇൻഡെക്സ് മുതലുള്ള രണ്ട് വാല്യൂസ് പ്രിൻറ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 എണ്ണം, 0 ഇൻഡെക്സ് മുതൽ 3 എണ്ണം വരെയുള്ള പ്രിൻ്റ് ആവും. ഇപ്പോൾ ട്രൂ കൂടി പ്രിൻ്റ് ആവും, ആ രീതിയിൽ ബൂളിയനും കൂടി പ്രിൻ്റ് ആവും. ഇനി ഇവിടെ 1 കൊടുത്തിട്ടുണ്ടെങ്കിലോ, 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ഇൻഡെക്സ് മുതൽ, 1 ഇൻഡെക്സ് എന്ന് പറയാൻ ഇത് 0 ആണ്, ഇത് 1 ആണ്. അപ്പോൾ 1 ഇൻഡെക്സ് മുതൽ മൂന്നാമത്തെ വാല്യൂ വരെ, ഇപ്പോൾ 1, 0, 1, 2, 3. അപ്പോൾ 2ഉം 3ഉം ആയിരിക്കും പ്രിൻ്റ് ആവണേ. 0 പ്രിൻ്റ് ആവത്തില്ല. ആ രീതിയിലാണ് വർക്ക് ആവുന്നത്. സോ ഈ 3 എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ല, ലെങ്ത് ആണ്. ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3 ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3 എന്നുള്ള രീതിയിലാണ്. ഇൻഡെക്സ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഇൻഡെക്സ് വാല്യൂസ് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ കൗണ്ടാണ്, അല്ലെങ്കിൽ ആ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ്. സോ ആ രീതിയിലാണ്. സോ ഞാനിവിടെ എനിക്കിവിടെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കാം. 11, 34, 54.5 അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഇവിടെ കോളൻ ഇട്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും നോക്കാം. സോ ഇത് മൊത്തത്തിൽ പ്രിൻ്റ് ആയിട്ട് വരും. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ കോളം മാത്രം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രിൻ്റ് ആയിട്ട് വരും. കോളം കൊടുത്തിട്ടില്ലെങ്കിൽ അത് എററാണ്. സോ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തിട്ടാണ്, കോളം കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പ്രിൻ്റ് ആയിട്ട് വരും. ഇനി ഇവിടെ 0 കൊടുത്തിട്ട് കോളം കൊടുത്തു, ലാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അതും അത് മൊത്തത്തിലായിരിക്കും, ഈ ഒരു ഇൻഡെക്സ് ഫുള്ള് പ്രിൻ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ 0 കൊടുക്കാതെ ഞാനിവിടെ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? സോ അവിടെ ഡീഫാൾട്ടായിട്ട് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫാൾട്ട് 0 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ 0 കൊടുത്തു, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫാൾട്ടായിട്ട് വരുന്നത് ഇതിൻ്റെ ഫുള്ള് ലെങ്ത് ആയിരിക്കും വരുന്നത്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അവിടെ ഡീഫാൾട്ടായിട്ട് വരുന്നത് 0 ആയിരിക്കും ഡീഫാൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ 10 മുതൽ 3 വരെയുള്ള വാല്യൂസ്, ട്രൂ വരെയുള്ള വാല്യൂസ് വന്നു. ഇവിടെ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വരെയുള്ള വാല്യൂസ് അവിടെ റൺ ആവും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു കോളം കൂടി 5 കഴിഞ്ഞിട്ട് ഒരു കോളം കൂടി കൊടുത്തിട്ട് ഇവിടെ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രിൻ്റ് ആവുന്നത് നോക്കാം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്, 10, ട്രൂ, 11. ഇപ്പോൾ 2 കൊടുത്ത കേസിനകത്ത് ഒരു വാല്യൂസ് സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ 10 ആദ്യം പ്രിൻ്റ് ആയി, ദെൻ 0 മുതൽ 5 വരെയുള്ള ഇൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 വരെയുള്ള ഇൻഡെക്സ് പ്രിൻ്റ് ആവും. അതിനകത്ത് 2 കൗണ്ട് വരുന്ന വാല്യൂസ് ഇത് ചെയ്യും. അപ്പോൾ ഇവിടെ 1, 2 ഇത് പ്രിൻ്റ് ആവത്തില്ല. ദെൻ 3 പ്രിൻ്റ് ആവും. ദെൻ അടുത്ത 2 വരുന്നത് ഇതാണ്, ഇത് പ്രിൻ്റ് ആവത്തില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് 11 ആണ്, 11 പ്രിൻ്റ് ആവും. അപ്പോൾ ഓരോ കൗണ്ട് വാല്യൂസും 2 കൗണ്ട് വരുന്ന വാല്യൂസ്, 2ൻ്റെ കൗണ്ട് വാല്യൂസ് എത്രയാണോ വരുന്നത് അതൊന്നും പ്രിൻ്റ് ആവത്തില്ല. ഇവിടെ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 3യുടെ കൗണ്ട് വാല്യൂസ്. അപ്പോൾ ട്രൂ പ്രിൻ്റ് ആവത്തില്ല, 34 പ്രിൻ്റ് ആവത്തില്ല. പക്ഷെ നമ്മൾ 5 കൗണ്ട് വരെയാണ് കൊടുത്തത്, അതുകൊണ്ട് 11 വരെയാണ് പ്രിൻ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 10ഉം 10.5 മാത്രമാണ്. അപ്പോൾ 3 പ്രിൻ്റ് ആയിട്ടില്ല. പിന്നെ അടുത്ത് വരുന്നത് 34 ആണ്. പക്ഷേ 34 പ്രിൻ്റ് ആവാൻ നമ്മളിവിടെ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റിയിട്ട് നമ്മളൊരു 7 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ 10 പ്രിൻ്റായി, 10.45 പ്രിൻ്റായി. ദെൻ അതിനുശേഷം 54.5 ആണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ മൂന്നാമത്തെ കൗണ്ടിൻ്റെ വാല്യൂസ് ഇവിടെ ഈ മൂന്നാമത്തെ പ്രിൻ്റ് ആയില്ല, അടുത്ത മൂന്നാമത്തെ പ്രിൻ്റ് ആയിട്ടില്ല, അടുത്ത 3 എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഇത് പ്രിൻ്റായി, 3ൻ്റെ കൗണ്ട് അല്ല, ഇവിടെ 2 എണ്ണം പ്രിൻ്റ് ആവത്തില്ല, ഈ 2 എണ്ണം പ്രിൻ്റ് ആവത്തില്ല, ഈ 2 എണ്ണം പ്രിൻ്റ് ആവത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് ഈ കൗണ്ട് വാല്യൂസിൻ്റെ ഇത് വരുന്നത്. ഓക്കെ,
സോ അതുപോലെ തന്നെ പൈത്തണിൻ്റെ കേസിനകത്ത് നമുക്ക് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സിന് അലൗഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ സെയിം വാല്യൂ തന്നെ 10 കൊടുക്കുവാണ്. അതുപോലെ തന്നെ മൈനസ് വാല്യൂ കൊടുത്തിട്ട് നോക്കാം. -1, -17, അതുപോലെ തന്നെ 2 ഇങ്ങനെ വാല്യൂ കൊടുത്തു. അപ്പം ഇങ്ങനെ മൈനസ് വാല്യൂസ് അലൗഡ് ആണ്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ ഒരു 10 കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു 10 കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് അലൗഡ് ആണ്. അപ്പോൾ നമുക്കിതിനെ സോർട്ട് ചെയ്യണം. അതിനെ ഒന്ന് സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യണത്, സോർട്ട് ചെയ്യണമെങ്കിൽ ഏതാണ് സോർട്ട് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഇതിനെ ഡിസേബിൾ ചെയ്തിടാം. ഓക്കെ, സോർട്ട് ചെയ്യണമെങ്കിൽ C. നമ്മൾ സോർട്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ സോർട്ട് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ദെൻ നമുക്ക് അതിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് C കൊടുക്കുക, എന്നിട്ട് നമുക്ക് അതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഇൻറ്റീജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സ്ട്രിങ് സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഈ സ്ട്രിങ്ങിനെ ഞാൻ റിമൂവ് ചെയ്യുവാണ്. ബൂളിയൻ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ബൂളിയൻ വന്നിട്ടുണ്ട്. ബൂളിയൻ മേ ബി 0 അല്ലെങ്കിൽ 1 ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 ആയിട്ട് വന്നിരിക്കുന്നത്. ട്രൂ കൊടുത്ത് കഴിയുമ്പോൾ 1 ആണ്, ഫോൾസ് വന്നു കഴിയുമ്പോൾ 0 ആണ്. അതുകൊണ്ടാണ് ബൂളിയൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ സോർട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. -17 ആദ്യം വന്നു, -1 വന്നു, ദെൻ അതിനേക്കാളും വലിയത് ട്രൂ ആണ്, അതായത് 1 ആണ്, 2 ആണ്, 10 ഡ്യൂപ്ലിക്കേറ്റ് 2 വന്നിട്ടുണ്ട്, 10 ദെൻ 10.4 അങ്ങനെ ആ രീതിയിൽ സോർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് സോർട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ഫംഗ്ഷനാണ്. അപ്പോൾ C എന്ന് പറയുന്ന വേരിയബിൾ നെയിം, ദെൻ റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ദെൻ അതിന് റിവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ആദ്യം പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, 2 ആദ്യം പ്രിൻ്റ് ആയി വന്നു, ദെൻ -17. ഇത് സോർട്ട് ചെയ്തിട്ടുള്ളതല്ല, റിവേഴ്സ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന സിയുടെ ഇൻഡെക്സ് എന്താണോ, വാല്യൂസ് എന്താണോ, ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണോ അതിനെ റിവേഴ്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്തുള്ള മാക്സിമം വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ C.max കൊടുക്കാം. ഓക്കെ, മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ വേണ്ടത് നമ്മളിവിടെ ഇവിടെ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് മാക്സ് കൊടുക്കേണ്ടത്. സോ മാക്സ് ഫംഗ്ഷൻ കോൾ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ C ഏത് വേരിയബിളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതിനെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 54.5 ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മാക്സിമം വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. സോ നമുക്കിനി ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഇൻഡെക്സിലേക്ക് നമുക്കൊരു വാല്യൂസിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ 10 എന്ന് പറയുന്ന 0th ഇൻഡെക്സിലാണ് 10 എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നത്. സോ അതിന് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് 15 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ C,0 ഇൻഡെക്സ് ആ വേരിയബിൾ നെയിം കൊടുക്കുക, ഇൻഡെക്സിൻ്റെ വാല്യൂ പറഞ്ഞു കൊടുക്കുക. ദെൻ അവിടെ നമുക്ക് ഒരു റീപ്ലേസ് ചെയ്ത്, ഇപ്പോൾ ഞാൻ 15 കൊടുക്കുകയാണെങ്കിൽ 15 വാല്യൂസ് അവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും. ദെൻ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് C-നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വരിക നോക്കാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 10 ആണ്, പക്ഷേ ഇവിടെ ഫസ്റ്റ് 0th ഇൻഡെക്സ് വന്നിരിക്കുന്നത് 15 ആണ്. അപ്പോൾ ഇവിടെ 0th ഇൻഡെക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് 15 ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ നമുക്കൊരു വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു വാല്യൂസിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പൻഡ് ഫംഗ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, C.append കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഇപ്പോൾ C എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു വാല്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 25 കൊടുത്തിട്ടുണ്ടെങ്കിൽ 25 അവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. സോ ഞാനിവിടെ റൺ ചെയ്യണം. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ 2 ആണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 2 കഴിഞ്ഞിട്ട് 25 വന്നു. പക്ഷെ അപ്പൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു വാല്യൂസ് വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൻഡിൽ നമുക്ക് ഓരോ വാല്യൂസ്, ഇപ്പോൾ 25 മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ 25, 26, 27 അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൻഡ് ഫംഗ്ഷനിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ കോമ ഇട്ട് കൊടുത്ത് അതിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുമോ നോക്കാം. ഓക്കെ, അന്നേരം എററാണ് വരുന്നത്. അപ്പോൾ അപ്പൻഡ് ഫംഗ്ഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഫംഗ്ഷൻസ് ആണ്. എക്സ്റ്റെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്റ്റെൻഡ് ഇപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ആർഗ്യുമെൻറ്റ് നമുക്ക് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ വാല്യൂസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് 25, 26, 27 എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത് അപ്പൻഡ് ഫംഗ്ഷനിലാണെങ്കിലോ, അപ്പൻഡ് ഫംഗ്ഷനിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിലോ, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആഡ് ആവുന്നുണ്ട്, പക്ഷേ ഇത് ഒറ്റ വാല്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടുണ്ടാവില്ല, ആ ഒരു വാല്യൂസ് മാത്രമാണ് വന്നിട്ടുള്ളൂ. 25, 26, 27 എന്നുള്ള ആ ഒരു വാല്യൂസ് മാത്രമാണ് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൻഡ് കൊടുക്കുമ്പോൾ അത് ഒറ്റ സ്ട്രിങ് ആയിട്ട് ഒറ്റ വാല്യൂസ് ആയിട്ടാണ് ആഡ് ചെയ്ത് വരുന്നത്. ഓക്കെ,
ദെൻ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വാല്യൂസ് ഇപ്പോൾ ഇത് 0th ഇൻഡെക്സിൽ 10 വന്നിരിക്കുന്നത്, 1ാമത്തെ ഇൻഡെക്സിൽ ട്രൂ ആണ്, 2ാമത്തെ ഇൻഡെക്സിൽ 10.45 നമുക്ക് 2ാമത്തെ ഇൻഡെക്സിൽ ഈ 10.45 മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് കൊടുത്തിട്ട് 2ാമത്തെ ഇൻഡെക്സിൽ പുതിയൊരു വാല്യൂവിന് ആഡ് ചെയ്യുക. അപ്പോൾ 2ാമത്തെ ഇൻഡെക്സിലേക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യുമല്ല, ഇതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ പുതിയൊരു വാല്യൂസിനെ കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നു ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ ഇൻസേർട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഏത് ഇൻഡെക്സാണ്, ഇപ്പോൾ എനിക്ക് 2 ഇൻഡെക്സ് ആണെങ്കിൽ 2 ഇൻഡെക്സ് കൊടുക്കുക, ദെൻ അവിടെ ഒരു വാല്യൂ കൊടുക്കുക. ഇപ്പോൾ 32 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ 2ാമത്തെ ഇൻഡെക്സിലേക്ക്, ഇപ്പോൾ ഇവിടെ 2ാമത്തെ ഇൻഡെക്സിൽ 10.45 കിടക്കുന്നത്, 0, 1, 2. ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 32 2ാമത്തെ ഇൻഡെക്സിൽ വന്നു. പക്ഷേ 10.45 പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അത് 3ാമത്തെ ഇൻഡെക്സിലേക്ക് ഷിഫ്റ്റ് ആയി. ഓക്കെ, അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് ആ വാല്യൂ അവിടെ തന്നെ കിടക്കുന്നു. ദെൻ അതിന് ആ രീതിയിൽ കൊടുത്തു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസേർട്ട് ഫംഗ്ഷൻ നമുക്കൊരു വാല്യൂസിനെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, എക്സ്റ്റെൻഡ് ഫംഗ്ഷൻ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ കൊടുക്കണമെങ്കിൽ, ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ഫംഗ്ഷനിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. എക്സ്റ്റെൻഡ് ഫംഗ്ഷനിൽ 2 കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാം. 32,33 ആ രീതിയിലൊന്ന് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അത് എററാണ് വരുന്നത്, നമുക്ക് ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ഫംഗ്ഷനിൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, എക്സ്ട്രാ ഇൻഡെക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഇൻഡെക്സിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു ഇൻഡെക്സിനെ റിമൂവ് ചെയ്യാതെ അതിനെ റൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അവിടെ നമുക്ക് പുതിയത് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്ന ആ രീതിയിൽ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ നമ്മളിപ്പോൾ ഇൻഡെക്സിലേക്ക് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുത്തു. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഇൻഡെക്സിലേക്ക് കൊടുക്കണമെങ്കിലോ, ഇവിടെ ഇപ്പോൾ 1 ഇൻഡെക്സ് മുതൽ സ്കോളിനിടുക, ദെൻ 4th ഇൻഡെക്സ് വരെയുള്ള ഒരു വാല്യൂസ് അത് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ആ രീതി കൊടുത്തിട്ട് നമ്മൾ ആ വാല്യൂസ് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഞാൻ 23, 24, 25 കൊടുത്തു. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 1th ഇൻഡെക്സ് മുതൽ 4th ഇൻഡെക്സ് വരെയുള്ള വാല്യൂസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രൂ മാറിയിട്ട് 23 വന്നു, 10.45 മാറിയിട്ട് 24 വന്നു, 11 മാറിയിട്ട് 25 വന്നു. അപ്പോൾ ആ രീതിയിൽ വാല്യൂസ് പ്രിൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ റിമൂവ് ചെയ്തിട്ട്, മൾട്ടിപ്പിൾ ആയിട്ട് ഇൻഡെക്സിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ പുതിയത് പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ യൂസ് ചെയ്യാം. വേരിയബിൾ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഇൻഡെക്സ് ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ദെൻ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഇൻഡെക്സ് ആണ്, ഇത് കൗണ്ടാണ്. 4 എന്ന് പറയുന്നത് അതിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ ലെങ്ത് ആണ്. 1, 2, 3, 4 ഇവിടെ വരെയാണ് കൊടുക്കുന്നത്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്, ട്രൂ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിലോ, ഏതെങ്കിലും ഒരു ഇൻഡെക്സ് വാല്യൂ റിമൂവ് ചെയ്യണമെങ്കിൽ C.remove എന്ന് പറയുന്ന ഫംഗ്ഷനാണ് റിമൂവ് ഫംഗ്ഷൻ. അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ 1ാമത്തെ ഇൻഡെക്സ് ആണ് റിമൂവ് ചെയ്യണമെങ്കിൽ 1ാമത്തെ ഇൻഡെക്സ് കൊടുക്കുക. ദെൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ട്രൂ എന്ന് പറയുന്ന ഇൻഡെക്സ് പോയി. ദെൻ 10.45 ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അതിന് സെക്കൻഡ് ഇൻഡെക്സ് ആയിട്ട് ഫസ്റ്റ് ഇൻഡെക്സ് ആയിട്ട് മാറും. അപ്പോൾ 10.45 ആണ് ഇവിടെ നോക്കിയാണെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, ക്ലിയർ, പോപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണം, ജസ്റ്റ് ഒരു പൈത്തൻ്റെ ഈ പറഞ്ഞ ഇതുപോലത്തെ ഫംഗ്ഷൻസിന് എടുക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്, അവർ ഓരോ വർഷം കൊണ്ടുവരുന്ന അപ്ഡേറ്റിനകത്ത് പുതിയ ഇതുപോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമുക്ക് ഏത് ഇൻഡെക്സിലുള്ള വാല്യൂസിനെ റീഡ് ചെയ്യാം, അതിനകത്തേക്ക് പുതിയ വാല്യൂസിനെ കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, പോപ്പ് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് വേണമെങ്കിൽ പുതിയ വാല്യൂസിനെ കൊടുക്കാം, അതിന് റിമൂവ് ചെയ്യാതെ തന്നെ വാല്യൂസിനെ കൊടുക്കാം, അതിന് വേണമെങ്കിൽ അതിന് മാത്രമായിട്ട് റീഡ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലിസ്റ്റിനകത്ത് വരുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. സോ അടുത്തൊരു ടോപ്പിക്കിൽ, അടുത്തൊരു സെക്ഷനായിട്ട്, അടുത്ത വീഡിയോയ്ക്കകത്ത് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ബൈ.